അപ്പൊ ഇവിടെ ഫറോവയും അവന്റെ ആളുകൾക്കും സത്യം ബോധ്യമാവായിട്ടൊന്നുമല്ല, അവരവരുടെ അഹങ്കാരവും അക്രമവും നിമിത്തം അവരതിന് നിഷേധിച്ചു. അതുകൊണ്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഫൻദുർ, ആകയാൽ താങ്കൾ നോക്കുക, കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫസാദുണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്നവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് നീ ചിന്തിക്കുക, നീ നോക്കിക്കാണുക എന്ന് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുക. ഇവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന വിധത്തിലുള്ള സുവ്യക്തമായ 8-9 ദൃഷ്ടാന്തങ്ങളാണ് മൂസാ അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ പ്രകടമാക്കിയത്. അഥവാ മൂസാ അലൈഹിസ്സലാമിൽ വിശ്വസിക്കാതിരിക്കാൻ ഒരു ന്യായവും ഇനി ഫറോവക്കും ഇസ്രായേൽ മക്കൾക്കും ഇല്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഉതകുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും 9 ആയാത്ത് എന്ന് കഴിഞ്ഞ തൊട്ടായത്തിൽ പറഞ്ഞ ആ 9 ദൃഷ്ടാന്തങ്ങളും അവരുടെ മുമ്പിൽ വെളിവായതാണ്. പക്ഷേ അവരതിനെയൊക്കെ അപ്പോഴൊക്കെ പലപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബിയോട് അവർ പറഞ്ഞിരുന്നു, മൂസാ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ വിശ്വസിച്ചോളാന്നൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ പൂർവ്വസ്ഥിതിയിലേക്കുള്ള ജീവിതം മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞതെന്താണ്? ഇതൊന്നും കാര്യമുള്ള ഒന്നുമല്ല, അതൊക്കെ കേവലം ഒരു മജീഷ്യനാണ്, മാജിക്ക് കാണിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞു മാറി. അവരുടെ ആ തീരുമാനത്തെ അള്ളാഹു പറഞ്ഞത് വജഹദൂ ബിഹാ എന്നാണ്. അവരതിന് നിഷേധിക്കുകയാണ് ചെയ്തത്. എങ്ങനെ നിഷേധിച്ചു? നിഷേധം 2 വിധത്തിലുണ്ട്. ഒരാളൊരു കാര്യം നിഷേധിക്കുന്നത് 2 വിധത്തിലാവാം. ഒന്ന് വിവരക്കേട് കൊണ്ട് നിഷേധിക്കാം, എനിക്കറിയാത്തതിന്റെ ശത്രുവാണ് ഞാൻ. ഒരു മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. അന്നാസു അഅദാഉ മാ ജഹിലു, മനുഷ്യന്മാര് അവർക്കറിയാത്തതിന്റെ ശത്രുക്കളാണ് എന്നാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ ചാടിക്കയറിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല അറിയാം. അതൊന്ന്, അത് ഉറങ്ങുന്നോനാണ്. അവനക്ക് കാര്യം മനസ്സിലായാൽ അവൻ ഉണരും, അല്ലെങ്കിൽ ഉണർത്തിയാൽ ഉണരും. അതേ അവസരത്തിൽ ഇതെന്താ? ഇത് ഉറക്കം നടിക്കുകയാണ്. അതാണ് വസ്തൈഖനത്ഹാ അൻഫുസുഹും എന്ന് പറഞ്ഞത്. ഇവരുടെ നിഷേധം കാര്യം ബോധ്യമായിട്ടാണ്, അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് കാര്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്ന നിഷേധ സ്വഭാവമുള്ള ആളുകളിലൊക്കെ കാണുന്നത് ഫിറഔനിയത്താണ്. എന്ത്? സത്യം മനസ്സിലായിട്ടുണ്ടല്ലോ, അഹങ്കാരം അതിനെ അംഗീകരിക്കാൻ സമ്മതിക്കാത്ത ഏക കാരണത്താൽ ആ സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഫറോവൈസമാണ്, ഫിറൗനിസമാണ്. എന്ന് സമൂഹത്തിൽ എമ്പാടുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ആളുകളോട് നിങ്ങളൊന്ന് സ്വകാര്യമായി സംസാരിച്ചു നോക്കൂ, അവർ സമ്മതിക്കും, നിങ്ങൾ പറയണൊക്കെ കാര്യമാണ്, ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്, സത്യം നിങ്ങൾ പറയുന്നിടത്താണ് ഞങ്ങൾക്കൊക്കെ ബോധ്യമാണ്. പക്ഷേ അതാണ് പറഞ്ഞപ്പോ എങ്ങനെ ഇവിടെ രാജ്യത്ത് ജീവിക്കാനാണ്? സമൂഹം ഞങ്ങളെ കൈയൊഴിയും, മഹല്ല് ബഹിഷ്കരിക്കും, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടും, രാജ്യത്ത് നിന്ന് അക്രമങ്ങൾ ഉണ്ടാകും, പരിഹാസങ്ങൾ കുത്തുവാക്കുകളുമൊക്കെ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ് സത്യം എന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യമാണ്, പക്ഷെ എന്താ ചെയ്യുക, നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ എത്രയോ ആളുകൾ ലോകത്ത് നടക്കുന്നു. ഇന്നും അത് തുടരുന്നുണ്ട്. ഈ പറഞ്ഞ സ്വഭാവമാണ് അവർക്കുള്ളത്. വജഹദൂ ബിഹാ, അവർ കാര്യങ്ങളെ നിഷേധിക്കുകയാണ്. ഏത് നിലയിൽ? വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവരുടെ മനസ്സുകളിൽ അത് ദൃഢമായി ബോധ്യമാണ്. പിന്നെന്താ തകരാറ്? ളുൽമൻ വഉലുവ, അവരുടെ അക്രമാണ് വാസ്തവത്തിൽ അവരത് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്. ആ അക്രമാണ് ഇപ്പൊ അവരിലുള്ളത്. അതുപോലെ തന്നെ വഉലുവൻ, അഹങ്കാരവും സത്യത്തെ അംഗീകരിക്കുവാനുള്ള ആ മാനസികമായ അവസ്ഥ ഇല്ലായ്മ. ആ ഇസ്തിക്ബാറൻ അനിൽ ഹഖ് എന്ന് പറഞ്ഞില്ലേ, ഇസ്തിക്ബാറൻ അൻ ഇത്തിബാഇൽ ഹഖ്, സത്യത്തെ പിൻപറ്റുവാനുള്ള അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം.